നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ചരിത്രപ്രധാനമായ ക്ലോക്ക് ടവർ കനത്ത മഴയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 11:10 വലിയൊരു ശബ്ദത്തോടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇടിഞ്ഞു വീണു. അപകട സമയത്ത് ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ട കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നുവെങ്കിലും ബോഗികൾ അടച്ചിട്ട നിലയിലായിരുന്നതിനാലും യാത്രക്കാർ കയറി തുടങ്ങാത്തതിനാലും വലിയൊരു ദുരന്തം തലനാഴിരക്കാണ് ഒഴിവായത്. അപകടത്തിന് തൊട്ടുമുമ്പ് ടവറിന്റെ ഭാഗത്ത് നിന്ന് സിമന്റ് കഷ്ണങ്ങളും മണ്ണും അടർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചില റെയിൽവേ ജീവനക്കാർ മറ്റു ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയതും സമീപത്തുണ്ടായിരുന്നവർ സമയോചിതമായി ഓടി മാറിയതും ആർക്കും പരിക്കേൽക്കാതിരിക്കാൻ കാരണമായി. എങ്കിലും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മരത്തടികളും പ്ലാറ്റ്ഫോമിലേക്കും റെയിൽവേ ട്രാക്കിലേക്കും തെറിച്ചു വീണ ഈ സംഭവം കോഴിക്കോടിന്റെ ചരിത്ര പ്രേമികൾക്കും റെയിൽവേ യാത്രക്കാർക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1888 ട്രെയിൻ ഗതാഗതം ആരംഭിച്ച മലബാറിന്റെ കവാടമായ ഈ സ്റ്റേഷനിൽ കരിങ്കല്ലും ചുടുക്കട്ടയും കുമ്മായവും ഉപയോഗിച്ചാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ടവർ റെയിൽവേ സ്റ്റേഷന്റെ പ്രൗഢി വിളിച്ചോതുന്ന പ്രധാന അടയാളമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലയിൽ പെയ്യുന്ന അതിശക്തമായ മഴയിൽ കെട്ടിടത്തിന്റെ പഴക്കമുള്ള ചുമരുകളിലേക്ക് വെള്ളം ഇറങ്ങി ഘടന പൂർണ്ണമായും ദുർബലപ്പെട്ടിരുന്നു. ക്ലോക്ക് ടവറിന്റെ ശോചനാവസ്ഥയെക്കുറിച്ചും അതിലെ വിള്ളലുകളെ കുറിച്ചും ജീവനക്കാരും യാത്രക്കാരും നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നുമാണ് വിവരം. ഇത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇത്തരം പൈതൃക സംസ്കാരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ പരാജയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഈ തകർച്ച. അപകടത്തിന് തൊട്ടു പിന്നാലെ സ്റ്റേഷൻ അധികൃതരും RPF ഉദ്യോഗസ്ഥരും റെയിൽവേ ട്രാക്ക് ജീവനക്കാരും സ്ഥലത്തെത്തി അവശിഷ്ടങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്തതിനാൽ ട്രെയിൻ ഗതാഗതത്തെ ഇത് കാര്യമായി ബാധിച്ചില്ല. നിലവിൽ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളുടെ ഘടനാപരമായ സുരക്ഷിതത്വം പരിശോധിക്കാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അടിയന്തര പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ പല പഴയ പൊതുമന്ദിരങ്ങളും അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ അപകടാവസ്ഥയിലാണെന്നിരിക്കെ വൻ ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വരണമെന്നും യാത്രക്കാരുടെ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്.